പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പിണറായി വിജയനൊക്കെ ഉൾപ്പെട്ട എം ശിവശങ്കരനൊക്കെ ഉൾപ്പെട്ട സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഒരു ഇര ആക്കപ്പെട്ടതിൻ്റെ ഭാഗമായി പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന ശ്രീമതി സ്വപ്ന സുരേഷ്, അവർ ഭരണം മാറിയതുകൊണ്ടാവണം കേരളത്തിലേക്ക് താമസം മാറ്റിയത് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പങ്കുവച്ചിരുന്നു. ഞാൻ അവരെ എറണാകുളത്ത് തൃപ്പൂണിത്തുറയിൽ അവരുടെ വീട്ടിൽ ചെന്ന് കണ്ടു. വളരെ വിശദമായി അവരുമായിട്ടുള്ള ഇൻ്റർവ്യൂ 3 ഭാഗങ്ങളായി ഞാൻ കൊടുത്തിരുന്നു. അവരതിനുശേഷം പല യൂട്യൂബുകൾക്കും ഒക്കെ ഇങ്ങനെ അഭിമുഖം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, എനിക്കിന്നിവിടെ സൂചിപ്പിക്കാനുള്ളത് അവരുടെ തിരുവനന്തപുരത്തേക്കുള്ള ഒരു വരവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അവരേതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിജിലൻസിന് മൊഴി കൊടുക്കാനായി അവർ തിരുവനന്തപുരത്ത് വരികയുണ്ടായി. എന്നിട്ട് അവർ വലിയ ഒച്ചയും ബഹളമൊന്നും വെക്കാതെ, പത്രസമ്മേളനമൊന്നും നടത്താതെ അവർ വളരെ നിശബ്ദമായി വന്നു, മൊഴി കൊടുത്തു. അവർ നിശബ്ദയായി തിരിച്ചുപോയി. കൂടുതലൊന്നും അവർ പറഞ്ഞില്ല. എന്തോ 1-2 വാക്കുകൾ മാത്രമേ പറഞ്ഞു. സാധാരണഗതിയിൽ അവർ വന്നു കഴിഞ്ഞാൽ അവർ ഒരു വിപ്ലവം സൃഷ്ടിച്ചിട്ടാണല്ലോ അവർ പോവുക. അവരുടെ പഴയ പത്രസമ്മേളനങ്ങളൊക്കെ നമ്മൾ ഓർക്കും. അതുപോലൊന്നും ഇത്തവണ ചെയ്തില്ല. പക്ഷേ സ്വപ്ന സുരേഷിൻ്റെ തിരുവനന്തപുരത്തേക്കുള്ള നിശബ്ദമായിട്ടുള്ള വരവ് ഒരു ഭൂകമ്പത്തിന് മുന്നോടിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. ഒരു ഭൂകമ്പം വരുന്ന ആളുകളിൽ അത് സൃഷ്ടിച്ചാലും അത്ഭുതമില്ല എന്നും അതെന്തായിരിക്കുമെന്നും പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, അവരെ തിരുവനന്തപുരത്ത് വന്നത് ലൈഫ് മിഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉയർന്നു വന്നിരുന്നുണ്ട്. ആ വിഷയത്തിൽ വിജിലൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊഴി കൊടുക്കാനോ എന്താണെന്ന് എനിക്കറിയില്ല, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് അധികൃതരെ കാണാൻ വേണ്ടിയിട്ടാണ് അവർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് വന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാമല്ലോ ലൈഫ് മിഷൻ അഴിമതി എന്തായിരുന്നുള്ളൂ. 2019 അന്ന് പ്രളയമൊക്കെയായി ബന്ധപ്പെട്ട് വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതിയായിരുന്നു ലൈഫ് മിഷൻ പദ്ധതി. അത് ഗൾഫിലുള്ള റെഡ് ക്രസൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനവും സംസ്ഥാന സർക്കാരുമായി ചേർന്നുകൊണ്ടാണ് ആ പദ്ധതി ആവിഷ്കരിച്ചത്. അത് സ്ഥലം സർക്കാർ കൊടുക്കും, വീട് വെക്കാനുള്ള സാമ്പത്തിക സഹായം റെഡ് ക്രസൻറ്റ് കൊടുക്കും എന്നുള്ളതായിരുന്നു അന്നത്തെ ധാരണ. അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരൻ എം ശിവശങ്കരനായിരുന്നു. ആ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കപ്പെട്ടത് യൂണിടാക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിൽഡറായിരുന്നു. അദ്ദേഹത്തിനാണ് അവർക്കാണ് കരാർ കിട്ടിയത്. ആദ്യം 199 വീട് പണിയും എന്നായിരുന്നു ധാരണയെങ്കിലും ആ വീടുകളുടെ എണ്ണം 144ലേക്ക് ചുരുങ്ങി. അതാണ് പിന്നീട് വിവാദമായത്. അത് ഒരു വലിയ ആരോപണമായി ഉയർന്നു വന്നു. അത് പിന്നീട് കേസായി. അതിൽ സ്വപ്ന പ്രതിയായി, ശിവശങ്കരൻ പ്രതിയായി, അതുപോലെ തന്നെ സ്വപ്നയുടെ കൂടെ ഉണ്ടായിരുന്ന സരിത്ത്, സന്ദീപ് എന്ന് പറയുന്നവരൊക്കെ പ്രതിയായി. എന്തായാലും ഈ 199 വീടുകളെന്നുള്ളത് 144 വീടുകളായി കുറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മീഷൻ സ്വപ്ന സുരേഷ് വഴി അത് ഉന്നതങ്ങളിൽ അതിൻ്റെ കമ്മീഷൻ എത്തി എന്നുള്ളതാണ് ആരോപണം. അപ്പം ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സ്വപ്ന സുരേഷ് വിജിലൻസ് ആസ്ഥാനത്ത് വരികയും അവിടുന്ന് പോവുകയും ചെയ്തത്. ആ കേസ് എനിക്കൊന്ന് 2019-2020 മുതൽ അതിങ്ങനെ കിടക്കുകയാണ്. അതിന് ഒരനക്കവും ഉണ്ടായിട്ടില്ല. ആ അനക്കം ഉണ്ടാകാതിരുന്നതിൻ്റെ കാരണം എന്താ? കാരണം പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF ആയിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത് എന്ന് മാത്രമല്ല, ആ കേസിൽ പ്രതിസ്ഥാനത്ത് നിന്നിരുന്നത് പിണറായി വിജയനും കുടുംബവും പിണറായി വിജയൻ്റെ വത്സല വിനീത വിശ്വസ്ത വിധേയനായിട്ടുള്ള എം ശിവശങ്കരനുമായിരുന്നു. അതുകൊണ്ടാണ് ആ കേസ് അനക്കമില്ലാതെ കിടന്നത്. എന്ന് മാത്രമല്ല, ആ കേസിൽ സ്വപ്ന സുരേഷിൻ്റെ മൊഴികൾ അപകടകരമാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാരണം കൊണ്ടാവണം നിരന്തരമായി വിജയൻ സ്വപ്ന സുരേഷിനെ പലതരത്തിൽ പീഡിപ്പിക്കുകയായിരുന്നു. എന്നോട് സ്വപ്ന സുരേഷ് പറഞ്ഞത് പല വകുപ്പുകൾ പെടുത്തി എന്തോ ഒരു ഡസനോളം കേസുകൾ കേരളത്തിലുള്ള പല പോലീസ് സ്റ്റേഷനുകളുമായി അവർക്കെതിരെ എടുത്തു. അപ്പോൾ അതുകൊണ്ട് അവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അവർക്ക് അവസാനം കേരളം വിട്ട് പോകേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ആ കേസ് 2019-2020 കഴിഞ്ഞ് അത് വിവാദമായി വന്നതിനെ തുടർന്ന് 2026 വരെ അനക്കമില്ലാതെ ആ കേസ് അവിടെ കിടക്കുകയായിരുന്നു. സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ കുറ്റപത്രം സമർപ്പിക്കാറായിരിക്കുന്ന ഒരു ഘട്ടമായിരുന്നു ഇപ്പോൾ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നത്.
അങ്ങനെ ആ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പാണ് വിജിലൻസ് സ്വപ്ന സുരേഷിനെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. മൊഴിയെടുക്കാനാണോ എന്താണെന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷേ സുഹൃത്തുക്കളെ, നമുക്ക് കിട്ടുന്നൊരു വിവരം, ആ കേസിൽ സ്വപ്ന സുരേഷ് മാപ്പ് സാക്ഷിയാവാൻ സാധ്യതയുണ്ട് എന്നാണ്. ആ കേസിൽ സ്വപ്ന സുരേഷ് മാപ്പ് സാക്ഷിയായാൽ പിന്നീട് ഉണ്ടാകാൻ പോകുന്നത് ഒരു ഭൂകമ്പമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം എന്താ, ആ കേസിൻ്റെ നാൾ വഴികൾ മുഴുവൻ അറിയാവുന്നത് സ്വപ്ന സുരേഷിനാണ്. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ കാലഘട്ടത്തിലാണ് നമുക്കറിയാമല്ലോ, ഷാർജ ഷെയ്ഖ് കോഴിക്കോട് എന്തോ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നപ്പം ആ ഷാർജ ഷെയ്ഖിൻ്റെ ഇറ്റിനറി യാത്രാ പരിപാടി എല്ലാം മാറ്റി, പൊടുന്നനെ മാറ്റി ആ ഷാർജ ഷെയ്ഖിനെ പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് എത്തിച്ചത് നമുക്കറിയാമല്ലോ. അവിടെ വെച്ച് എത്രയോ ലക്ഷങ്ങളുടെ ഒക്കെ സമ്മാനം ഷാർജ ഷെയ്ഖിന് കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളൊക്കെ അന്ന് സ്വപ്ന സുരേഷ് തന്നെ അന്ന് പുറം ലോകത്തെ അറിയിച്ചത് നമുക്കറിയില്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെയാണ് നടന്നത്, ആരൊക്കെയാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, ആരൊക്കെയാണ് അതിൽ അഴിമതി നടത്തിയത്, ആരൊക്കെയാണ് കമ്മീഷൻ വാങ്ങിയത്, ആർക്കൊക്കെയാണ് കമ്മീഷൻ കിട്ടിയത് എന്നത് സംബന്ധിച്ച് ആദ്യാവസാനം ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ അറിയാവുന്ന ഒരു വനിതയാണ് ശ്രീമതി സ്വപ്ന സുരേഷ്. ആ സ്വപ്ന സുരേഷിനെയാണ് വിജിലൻസ് ഈ ലൈഫ് മിഷൻ കേസിൽ കുറ്റപത്രം കൊടുക്കുന്നതിന് മുമ്പ് തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തിയത്. അത് കുറ്റപത്രം കൊടുക്കുന്നതിന് മുമ്പാണെന്ന് ഓർക്കണം. സ്വാഭാവികമായും ഈ വിളിച്ചു വരുത്തിയതിൻ്റെ ഭാഗമായി സ്വപ്ന സുരേഷ് വിജിലൻസിന് കൈമാറിയിട്ടുള്ള വിവരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നാണ്, ഇനി ഉണ്ടാവാൻ സാധ്യത എന്നാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ഇനി പങ്കുവെക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഈ ലൈഫ് മിഷൻ കേസിൽ യഥാർത്ഥത്തിൽ പ്രതിസ്ഥാനത്ത് വരേണ്ടത് എം ശിവശങ്കരനും പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ്. കാരണം ഇതിൻ്റെ മുഖ്യ സൂത്രധാരകൻ ശിവശങ്കരനായിരുന്നു. ആ ശിവശങ്കരൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് പിണറായി വിജയനും കുടുംബത്തിനും വേണ്ടിയാണെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? ശിവശങ്കരൻ നടത്തിയിട്ടുള്ള അഴിമതികൾ മുഴുവൻ, അതായത് ശിവശങ്കരൻ സൂത്രധാരനായി നിന്ന് നടത്തിയിട്ടുള്ള അഴിമതി പദ്ധതികളുടെ മുഴുവൻ ഗുണഭോക്താക്കൾ വിജയനും ഭാര്യയും മകളുമായിരുന്നുവെന്ന് നമുക്കറിയാവുന്നതല്ലേ സുഹൃത്തുക്കളെ. അത് കാര്യകാരണ സഹിതം സ്വപ്ന സുരേഷ് എത്ര പ്രാവശ്യം നമ്മളോട് വിളിച്ചു പറഞ്ഞതാണ്. അവരുടെ ചതിയുടെ പത്മൂഹ്യം എന്നുള്ള പുസ്തകത്തിൽ പോലും അവരതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ കൊടുത്തിട്ടുള്ളതല്ലേ. അപ്പോൾ ആ കേസിൽ കുറ്റപത്രം കൊടുക്കുന്നതിന് മുമ്പ് സ്വപ്ന സുരേഷ് വിജിലൻസ് വിളിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, അതിലെന്താണ് നടന്നതെന്നുള്ള സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും സ്വപ്ന സുരേഷ് വിജിലൻസിനോട് പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ വിവരങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങളുടെ മുഴുവൻ ആകെ തുകയെന്ന് പറയുന്നത് പിണറായി വിജയനും കുടുംബവും ശിവശങ്കരനുമാണ് ഈ അഴിമതിയിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത് എന്നതായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതി ഇടപാടുകളുടെ മുഴുവൻ വിവരങ്ങൾ സ്വപ്ന സുരേഷ് വിജിലൻസിന് കൈമാറിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല. സ്വാഭാവികമായും ആ വിവരങ്ങൾ മുഴുവൻ നൽകിയതിൻ്റെ ഭാഗമായി സ്വപ്ന സുരേഷ് ആ കേസിൽ മാപ്പ് സാക്ഷിയാവുകയാണെങ്കിൽ ആ കേസിൽ വിജയനും കുടുംബവും ചോദ്യമുനയിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പം അതുകൊണ്ട് സ്വപ്ന സുരേഷ് ആ വിവരങ്ങൾ വിജിലൻസിന് കൈമാറിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കൈമാറുന്നതിൻ്റെ ഭാഗമായി സ്വപ്ന സുരേഷ് മാപ്പ് സാക്ഷിയായാൽ വിജയനും കുടുംബവും ആദ്യമായി ഒരു സംസ്ഥാന അന്വേഷണ ഏജൻസിയുടെ ചോദ്യമുനയിലേക്ക് കൂടി വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരു ഭൂകമ്പമായിരിക്കും സ്വപ്നയുടെ വരവ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞു. നമുക്കറിയാം, ഇതുവരെ മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ചോദ്യമുനയിലാണ് വിജയൻ്റെ മകള് വന്നിട്ടുള്ളത്. അതിനുമുമ്പ് വിജയൻ്റെ മകള് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ ചോദ്യമുനയിലേക്കും പോയിട്ടുണ്ട്. എന്നാൽ സ്വപ്ന സുരേഷ് തിരുവനന്തപുരത്ത് വന്നതിൻ്റെ ഭാഗമായി വിജയനും കുടുംബവും ലൈഫ് മിഷൻ കേസിൽ
സംസ്ഥാന വിജിലൻസിൻ്റെ ചോദ്യമുനയിൽ വന്നാൽ പോലും ഒരത്ഭുതവുമില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ സ്വപ്ന സുരേഷിൻ്റെ നിശബ്ദമായിട്ടുള്ള തിരുവനന്തപുരത്തേക്കുള്ള വരവിൻ്റെ പ്രത്യാഘാതം ഒരു ഭൂകമ്പമായിരിക്കും എന്ന് പറയാൻ കാരണം. ആ ഭൂകമ്പത്തിൻ്റെ വിശദാംശങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ഇതിനകം പങ്കുവച്ചിട്ടുള്ളത്.